കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ പട്ടികയുമായി ഇന്ന് നമുക്കൊപ്പം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. സ്വാഗതം. നമസ്കാരം. 5 തവണ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം MLA ആയിരുന്നു, അതും ഇടുക്കി പ്രതിനിധീകരിച്ചത്. ആദ്യമായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാവുന്നത്. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ പടിയിറങ്ങാൻ ഒരുങ്ങുമ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ്? എനിക്ക് വളരെ സന്തുഷ്ടി നൽകിയിട്ടുള്ള ഒരു പീരീഡാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25 വർഷം നിയമസഭാംഗമായിരിക്കുക എന്ന് പറയുന്ന അത് തന്നെ ഒരു ദൈവാനുഗ്രഹമാണ്. അതോടൊപ്പം ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് അല്ല നാടിനോട് പ്രതിബദ്ധത പുലർത്താൻ സാധിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരേണ്ടത്. അതിന് നല്ല നിലയിൽ മറുപടി പറയാൻ കഴിയത്തക്ക വിധത്തിലുള്ള ആത്മസംതൃപ്തിയാണ് എന്നെ നയിക്കുന്നത്. 20 വർഷം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളായി അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ജനങ്ങളും മാത്രമായിരുന്നു കൂടുതലായി പരിഗണിക്കേണ്ടി വരുന്നതെങ്കിൽ പോലും മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടി കേരള പൊതുസമൂഹത്തിൽ എന്നെ ചുമതലപ്പെടുത്തിയ വകുപ്പുകളും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കൂടി എനിക്ക് ഒരുമിച്ച് കാണേണ്ടതായിട്ട് വന്നു. ആ നിലയിൽ കേരളത്തിൽ പൊതുവിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പൊതുവായ വിഷയങ്ങളിൽ കഴിയുന്നത്ര ആത്മാർത്ഥത പുലർത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളൂ, വാട്ടർ അതോറിറ്റി. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ നാളിതുവരെ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വരുന്നത് വരെ കണക്ക് പരിശോധിച്ചപ്പോൾ കണ്ടത് 17 ലക്ഷം കുടുംബങ്ങളിലാണ് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത്. ഇന്നെടുത്ത് കണക്ക് പരിശോധിക്കുമ്പോൾ അപ്പോൾ 17 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 55-60 വർഷക്കാലം കൊണ്ടാണ്. കഴിഞ്ഞ 4 വർഷം കൂടി എടുത്ത് പരിശോധിച്ചാൽ 17 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് 40 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് വീട്ടിൽ കുടിവെള്ളം എത്തി. 23% ബേസ് 54% വർദ്ധിച്ചു. ഇപ്പോൾ കേരളത്തിൽ കാണുന്നൊരു പ്രത്യേകത, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊന്നും ഗൗരവപൂർവ്വം കാണേണ്ടിയിരുന്നതായിരുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പക്ഷം ഉണ്ടാവില്ല. ഒരു വെള്ളത്തെക്കുറിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ്. 44ലധികം നദികൾ, പുഴകൾ, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാൽ എന്ന് വേണ്ട വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള ചില ഏരിയ ഉണ്ടെന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും പൊതുവെ കേരളം ജലസമൃദ്ധമാണെന്ന് പറയാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. ഓപ്പൺ വെല്ലുകൾ ഉൾപ്പെടെ ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു സർവ്വസാധാരണമായി ബുദ്ധിമുട്ട് നേരിട്ടൊരു വിഷയം സമീപകാലത്തേക്ക് അടുത്തതോടുകൂടി കുടിവെള്ളം പോലെ രൂക്ഷമാകുന്ന അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു. ഇത് കാണുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്, ഞാൻ ഗ്രൗണ്ട് വാട്ടറുമായി ചിന്തിച്ചപ്പോൾ ഭൂഗർഭജലം കുറഞ്ഞു വരുന്നതായിട്ടാണ് ചില പഠനങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു 10-20 വർഷം മുമ്പ് ആരംഭിച്ച ചില പ്രാദേശിക കുടിവെള്ള പദ്ധതികളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഇപ്പോൾ പുട്ടുവാൽവ് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അംശം താഴേക്ക് പോയിരിക്കുന്നു. തുടങ്ങിയ സമയത്ത് ഇതിന് മുകളിൽ ഇത്രയും ലെവൽ വെള്ളം ഉണ്ടായിരുന്നു. വീടുകളുടെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് അതും കൺസംഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ നേരിടുന്നൊരു സന്ദർഭത്തിലാണ് ജലജീവൻ മിഷൻ പദ്ധതിയും കൂടി മെർജ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും നല്ലവണ്ണം വെള്ളം കൊടുക്കുന്നതിനുള്ള ഒരു പ്രയോറിറ്റി സംസ്ഥാന ഗവൺമെൻറ് ആ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിച്ചത്. 50 ലിറ്ററാണ് പെർ ഹെഡിന് കൊടുക്കാൻ ജലജീവൻ മിഷൻ കേന്ദ്ര നിയമം അനുസരിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ പോലും 100 ലിറ്റർ പെർ ഹെഡിന് കൊടുക്കത്തക്ക പോലുള്ള സ്കീം നടപ്പിലാക്കി. മറ്റ് പല സംസ്ഥാനങ്ങളിലും മൈക്രോ സ്കീംസ് എടുത്ത് ഈ പദ്ധതി വിപുലീകരിച്ചപ്പോഴും സസ്റ്റൈനബിൾ സോഴ്സിൽ നിന്ന് വെള്ളം കൊടുക്കത്തക്ക രീതിയിലുള്ള പദ്ധതിയാണ് കേരളത്തിൽ രൂപപ്പെട്ടത്. പക്ഷെ കാണേണ്ട ഒരു പ്രശ്നം, കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു സഹായവും കിട്ടുന്നില്ല. സംസ്ഥാനത്തിൻ്റെ ഷെയർ അടച്ചതിൻ്റെ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷം തുടരുന്നു. അപ്പോൾ വേറെ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് സംസ്ഥാനം എന്ത് ചെയ്തു, കടമെടുക്കാൻ തീരുമാനിച്ചു. കടമെടുത്തിപ്പം 2000, 3000, 3500 കോടി രൂപകൾ ഇപ്പം കൊടുത്തു. ഇനിയും വീണ്ടും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഈ സമയമാണ് കുറേ വർക്ക് നന്നായിട്ട് മുന്നേറാൻ പറ്റിയ സമയം. നമ്മുടെ കാലാവസ്ഥ ടെറൈനൊരു വലിയ പ്രശ്നമാണല്ലോ. മഴയുള്ള സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് വർക്ക് ഒരിക്കലും ഫ്ലോപ്പാകാതിരിക്കാൻ ഞങ്ങൾ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ജലസേചനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമുണ്ടായി. ജലസേചനം എന്ന് പറയുമ്പോൾ ഈ വകുപ്പ് തന്നെ ഒരു കാർഷിക സൗഹൃദ വകുപ്പാണ്. ഇറിഗേഷൻ വകുപ്പ് അല്ലെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പം കുടിവെള്ളത്തിന് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ജലസേചനത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കനാലുകളും പുഴകളും ചെക്ക് ഡാമുകളും അതുപോലെ തന്നെ റെഗുലേറ്റർ കം ബ്രിഡ്ജസും ഒക്കെ രൂപപ്പെടുത്തുന്നത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാനാണ്.
അപ്പോൾ നമ്മൾ പാടി ഫീൽഡിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരുന്നത്. കനാലുകൾ തീർത്ത് കിട്ടിക്കൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് മാറി നമ്മൾ ഈ ഈൽഡ് വർദ്ധിപ്പിക്കുക കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. കൃഷിഭൂമിയുടെ ഈ അളവിന് വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു 10 ഏക്കർ ഭൂമിയുള്ള 2-3 തലമുറ അപ്പുറമുള്ളൊരു കുടുംബം, ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു 50 സെൻറ്റ് കൂടുതൽ സ്ഥലം കാണില്ല. 2-3 തലമുറകൾ മാറി വരുമ്പോഴത്തേനും അവർക്കിനി കൂടുതലായി ഏക്കർ കണക്കിന് ഭൂമി മേടിക്കാനും അത്ര എളുപ്പമല്ല. ജീവിത സാഹചര്യങ്ങൾ കുറേ കൂടി മാറി. അപ്പോൾ ആ കൃഷിയിടങ്ങളിൽ നിന്ന് കുറേ കൂടി ഈൽഡ് വർദ്ധിപ്പിച്ച് ആദായം കണ്ടെത്താൻ കഴിയുന്ന ശാസ്ത്രീയ കൃഷി സമ്പ്രദായം രൂപപ്പെടുത്തുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് ഈ ആവശ്യമായ ജലം ആവശ്യമായ വിളകൾക്കനുസരിച്ച് കൊടുക്കുക. അതിനാണ് ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ഗവർണർ സ്പീച്ചിൽ തന്നെ KM മാണി ഊർജിത കാർഷിക ജലസേചന പദ്ധതി എന്നൊരു സ്കീം കൊണ്ടുവന്നു. അത് കേരളത്തിൽ പൊതുവെ ഇപ്പോൾ പലയിടങ്ങളിലുമായി നടപ്പിലാക്കുന്നുണ്ട്. അതിന് വിപുലീകരിക്കണം. അതിനാവശ്യമായൊരു സഹായം വ്യവസായ വകുപ്പിൻ്റെയും KSEB മിനിസ്റ്ററുമായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ വകുപ്പും ഞങ്ങളിങ്ങനെ പരസ്പരമായി ഇത് കൂടിയാലോചിച്ച് 2-3 മീറ്റിങ്ങുകൾ തന്നെ കഴിഞ്ഞു. ഈ ജലസേചന വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഫ്ബി വഴി നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികളാണ്. ധാരാളം പദ്ധതികളുണ്ട്. അതിന് ഓരോന്നിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിലും ഏതാണ്ട് 2000 കോടി രൂപയോളം പദ്ധതികൾ കിഫ്ബി വഴി നടക്കുകയുണ്ട്. വിവിധങ്ങളായ RCBകൾ, ഒട്ടനവധിയായ പദ്ധതികൾ. അപ്പോൾ അതെല്ലാം 2-3 പദ്ധതികൾ ഈ കാലങ്ങളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അബവ് 70% വർക്ക് എത്തി നിൽക്കുന്ന 4-5 വലിയ പ്രോജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ചെറുതും വലുതായ ധാരാളം പ്രവർത്തനം കിഫ്ബി മുഖാന്തരം നടത്തുന്നുണ്ട്. ആ കിഫ്ബി മുഖാന്തരം നടത്തുന്ന പദ്ധതികൾ കിഡ്ക് മുഖാന്തരമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു SPV-യാണ്. അപ്പോൾ അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തീരദേശ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ സഹായകമായ ഫണ്ട് നമുക്ക് ലഭ്യമാക്കാൻ കിഫ്ബിയിലൂടെയാണ് ഞങ്ങൾ വെച്ചത്. കേരളത്തിൻ്റെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു മഴക്കാരുണ്ടായാൽ ഓടി അകലേണ്ടിയിരുന്ന സ്ഥലമാണ് ചെല്ലാനം. കേരളത്തെ എന്നും ശ്രദ്ധിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചെല്ലാനം നിവാസികളുടെ അടുത്ത് ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ കൂടെ രാജീവ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൻ്റെ അലിയടി വീരുന്നൊരു സമയത്ത് ഞങ്ങൾ ചെല്ലുന്നു. ഒരു മഴക്കാരുണ്ടായി, മഴ പെയ്ത് തീരദേശവാസികളെല്ലാം വീട് വിട്ട് മാറി നിൽക്കുന്നൊരു സന്ദർഭത്തിൽ എന്തുമാത്രം വികാരപരമായിരുന്നു. അതൊന്നും തെറ്റു പറയാൻ പറ്റുന്ന കാര്യമല്ല. അവരുടെ ജീവിത വിഷമങ്ങളാണ്. അത് യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കണ്ടാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ താൽക്കാലികമായി കല്ലിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയാണ് ആദ്യം വന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് രാജീവ് മിനിസ്റ്ററുണ്ട്, അന്ന് ആൻ്റണി രാജു മിനിസ്റ്ററുണ്ട്, സജി ചെറിയാൻ മന്ത്രിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇതിനെ സംരക്ഷിതം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി നല്ലവണ്ണം സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു കടൽഭിത്തി നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ടെട്രോപോഡ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ നിർമ്മിതി ഒരു പ്രപ്പോസൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നത്. ഏതാണ്ട് 320 കോടി രൂപയാണ് ചെലവഴിക്കപ്പെടാനായിട്ട് കഴിഞ്ഞത്. ഏതാണ്ട് 1.25 ലക്ഷത്തോളം 2 ടൺ 3 ടണ്ണൊക്കെയുള്ള ടെട്രോപോഡുകൾ തീർത്തുകൊണ്ടാണ് ആ നിർമ്മിതി അവിടെ പൂർത്തീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഉദ്ഘാടനത്തിന് സമയത്ത് സംതൃപ്തരായ ജനങ്ങൾ, ഒരു കാലത്ത് ഭയപ്പെടേണ്ടതില്ല, സുരക്ഷിതമായ ജീവിതം, അനുബന്ധമായ ടൂറിസം പദ്ധതികൾ. ഇതിൻ്റെ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ റെയിലിലൂടെ പിടിപ്പിച്ചു. ആ കടൽ നേരിട്ട് കാണുമല്ലേ, സുരക്ഷിതമായി ഇന്ന് കടൽ കാണാം. അപ്പോൾ ജീവിതമാർഗം താഴെ ഇതിന് നേരെ താഴെ കൂടെ വഴി, ഈ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി രൂപപ്പെടുത്തി വഴി അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ അതിന് ശേഷിച്ച ഭാഗത്തിന് വേണ്ടി 400 കോടി കൂടെ കൊടുത്തു. അപ്പോൾ ആ ഭാഗം നല്ല ഭംഗിയാവും. അതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 10ഓളം ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 10ഓളം ഹോട്ട്സ്പോട്ടുകൾ NCCRൻ്റെ പഠന റിപ്പോർട്ട് കിട്ടിയത് വീണ്ടും ഓരോന്നായിട്ട് എടുത്ത്, ഇപ്പോൾ കൊല്ലം കൊണ്ടെടുത്തു സമീപകാലത്ത് എടുത്ത് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നേറുക. എന്നാൽ ശേഷിച്ച ഭാഗമുണ്ട്, ഹോട്ട്സ്പോട്ട് അല്ലാതെ നിൽക്കുന്ന ഭാഗവും. അതിന് ADBയുടെയും ലോകബാങ്കിൻ്റെയും സഹായത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടുകളും പഠനവും സ്റ്റഡിയെല്ലാം ഇതിനോടകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ തീര സംരക്ഷണത്തിനും കടലാക്രമണത്തിനുമെല്ലാം ഒരു പരിധിവരെ നല്ല നിലയിൽ ഒരു പ്രതിബദ്ധത നേരിടാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ടും കഴിഞ്ഞു. എന്നാൽ സമീപകാലത്ത് കാണുന്ന കള്ളക്കടൽ പ്രതിഭാസം പോലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള സഡൻ ആയിട്ടുള്ള ഇടപെടലുകളും ആ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലേക്ക് വന്നാൽ സ്വന്തം മണ്ഡലത്തിൽ വലിയ തോതിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും. അതാണ് കിഫ്ബിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന ഭൗതിക വികസന രംഗത്ത് ഒരു പുതിയ ചുവടുവെപ്പാണ് കിഫ്ബി. സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിന് അപ്പുറം ഫണ്ട് കണ്ടെത്തി കൊണ്ടുവന്ന് വിവിധ ഏജൻസികളിൽ നിന്ന്
ഇത് നമ്മുടെ സമൂഹം നടപ്പിലാക്കുന്നതിനുള്ളൊരു ദീർഘവീക്ഷണമാണ് കിഫ്ബിയിലൂടെ രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? 10 വർഷത്തിന് ശേഷം കാണുന്ന ഒന്ന് 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുക. ഇപ്പം നല്ലൊരു സ്കൂള്, ഞാൻ പഠിച്ച എൻ്റെ സ്കൂള് ചക്കാമ്പുഴ ഗവൺമെൻറ് UP സ്കൂളാണ്. അന്നത് ഷെഡാണ്, മടല കൊണ്ട് മറിച്ചിരിക്കുക. എൻ്റെ കാലത്ത് പോലും, ഞാൻ പഠിച്ചു വന്ന കാലത്ത് പോലും അതായിരുന്നു കേരളത്തിലെ പൊതുവെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഒരു സ്ഥിതി. കാര്യം അത്ര എളുപ്പമല്ലല്ലോ, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഈ കെട്ടിടം എല്ലാം തീർക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കുട്ടികളുടെ നിലവാരം ഉയർന്നു, അക്കാഡമിക് മെറിറ്റ് ഉയർന്നു. ഇതിനൊക്കെ ഒരു കാരണം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതാണ്. ഇപ്പോൾ മലയോര ഹൈവേ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച നടക്കുകയാണല്ലോ. 22-ാം തീയതി മിലൻ സോമൻ ബോളിവുഡ് താരം അവിടെ റൺ ചെയ്യുക, ഏത് കുട്ടിക്കാനെന്ന് കട്ടപ്പനയ്ക്ക്. ആ റോഡെ പോകുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ്, എത്ര മനോഹരമാണ്. ഇരുവശത്തും ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ കിടക്കുകയില്ലേ ഓരോ വശത്തും. 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്താൽ പിന്നെയും വീതി. ഏലത്തോട്ടത്തിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ടു പോകാൻ കഴിയുന്ന അതിവിസ്തൃതമേറിയ റോഡ് ഞങ്ങളുടെ ഇടുക്കിയുടെ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി. ടൂറിസം രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് നിദാനമാവുക. അങ്ങനെ ഇടുക്കി മാത്രമല്ല, അങ്ങനെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, എന്തിനേറെ നാഷണൽ ഹൈവേ ഇവിടുന്ന് NHAI കെട്ടും പൂട്ടുമായി തിരിച്ചു പോകാനാണല്ലോ. വീണ്ടും അവരെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞല്ലോ. 6,000 കോടി രൂപയോളം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് തന്നെ NHAI അല്ലെ NHന് വേണ്ടി പണം മുടക്കി സ്ഥലം എടുത്തു കൊടുക്കുന്നു. ആ നിലയിൽ ഇപ്പോൾ വർക്ക് പൂർത്തീകരിക്കാൻ പോവല്ലേ. അതാണല്ലോ ഇപ്പം നഗരം, കേരളം ഒരു നഗരമാകാൻ പോവില്ലേ. ഇതൊക്കെ വെറുതെ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ജനം അനുഭവിക്കുന്ന ഒരു വസ്തുതയിലേക്കാണല്ലോ വന്നെത്തുന്നത്. നമ്മുടെ ടൗൺഷിപ്പുകളെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല, കേരളം ഒരു ടൗൺഷിപ്പായി മാറുന്നൊരു സ്ഥിതിയാണല്ലോ സമീപകാലത്ത് വളർന്നു വരുന്നിട്ടുള്ള നേട്ടങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ കിഫ്ബിയുടെ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഏതൊക്കെ മേഖലയിലുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പോലും നമുക്ക് വ്യക്തമാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചേലച്ചൂർ വണ്ടപ്ലാന്റ് റോഡ് 55 കോടി രൂപ നടന്നുകൊണ്ടിരിക്കുക. നത്തുകൽ അടിമാലി റോഡ് 10-60 കോടി രൂപയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ചെറുതും വലുതുമായ റോഡുകൾ, സ്കൂളുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, നമ്മുടെ ആരോഗ്യ മേഖല, മെഡിക്കൽ കോളേജ് വരെ താഴെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെയുള്ള ഭാഗത്തുണ്ടായിരിക്കുന്ന മാറ്റം ചില്ലറയാണോ? കോവിഡിൻ്റെ ഘട്ടത്തിൽ പോലും മനോഹരമായ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ വാക്ക് പോയി നിൽക്കാൻ അവസരം കിട്ടിയില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. അനാഥരല്ലെന്ന് പറയാൻ ആരോഗ്യരംഗത്ത് നല്ല സുരക്ഷിതത്വം ഉണ്ടാകാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കേരളത്തിൽ എക്കാലത്തും ഉയർന്ന സൂചിക നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതൊക്കെ ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ കിഫ്ബിയുടെ സഹായം കിട്ടിയെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴും ഇടുക്കിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത്? ജനങ്ങളോടൊപ്പം നിൽക്കുക. രാഷ്ട്രീയം, പ്രവർത്തനം എന്നൊക്കെ ഉള്ളത് നമ്മുടെ നിലപാടുകളുടെയും കൂടി അർത്ഥമായി തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു പൊതുവീക്ഷണം. അതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനങ്ങളെ വ്യത്യസ്തമായ ആംഗിളിൽ കാണേണ്ടതായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ജനങ്ങളുമായിട്ടുള്ള അടുപ്പവും ബന്ധവും സ്നേഹവും ലോകവും സൗഹൃദവും അതെനിക്ക് നൽകിയ ആത്മബലവും വീര്യവുമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വരികയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വരുമ്പോൾ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ഒരു പ്രധാന ചർച്ചയായി ഉയർന്നു വരുന്നത് കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റമാണ്. ഈ കെ മാണി സാർ പണ്ട് പറഞ്ഞതുപോലെ സുന്ദരിയായ ഒരു യുവതിയാണ് കേരള കോൺഗ്രസ്, അതിനെ ആളുകളിങ്ങനെ മോഹിക്കുക എന്നുള്ളത് സാധാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പലതരത്തിലുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇത് സന്തോഷമുള്ളൊരു വാർത്തയില്ലേ? അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ച് ചർച്ച വരുന്നു എന്ന് പറയുന്നത് തന്നെ കേരള പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാണി സാറിൻ്റെ ആത്മാവാണ് ഈ പാർട്ടിയുടെ വീര്യം, നിലനിൽപ്പ്. അവിടുന്നാണല്ലോ ഞങ്ങളിത് പഠിച്ചത്. അതുകൊണ്ട് അത്തരം കളരിയിൽ നിന്ന് വന്നൊരാൾക്ക് തെറ്റുപറ്റേണ്ടതായിട്ടില്ല. അത്തരം കളരിയിൽ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരൊക്കെ ചിലർക്ക് തെറ്റ് പറ്റി, അതിലവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടില്ല, നാളുകളിൽ തെറ്റ് പറ്റുകയില്ല. അങ്ങനെ എന്തെങ്കിലും ചില ആലോചനകൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? അതല്ലേ ഞാൻ വ്യക്തമാക്കിയത്. അത്തരം ആലോചനകൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അത് വ്യക്തമാക്കിയത് പാർട്ടി ചെയർമാനാണ്. ഞങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് കൂടി ആലോചിക്കും. ചെയർമാൻ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയും. ചെയർമാൻ പറയുന്ന അഭിപ്രായത്തിന് കൂടി ആ പ്രശ്നം അവിടെ തീർന്നു. ഒരു മുന്നണി മാറ്റം എന്നൊരു ആലോചന ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു. ജോസ് കെ മാണി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുണ്ട് ജോസ് കെ മാണിയല്ലേ വെളിപ്പെടുത്തേണ്ടത്. ജോസ് കെ മാണി ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം, കൃത്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ അതിന് തടയിടുകയാണ്. റോഷിയാണ് മുന്നണി LDFനൊപ്പം തന്നെ നിലനിർത്തിയത്. ഇത്തരം സൃഷ്ടികർമ്മങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂയോട് കൂടിയെങ്കിലും വിരാമം ഇടണം. തടയിടുന്ന ഒരാളോ അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. കേരള കോൺഗ്രസിൻ്റെ ഏകീകരിച്ചുള്ള രാഷ്ട്രീയ പ്രമേയങ്ങളും നിലപാടുകളും
വ്യക്തമാക്കേണ്ട ഘട്ടങ്ങളിൽ ആലോചനയോടുകൂടി പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഞങ്ങൾ തമ്മിലുള്ള ആലോചന ഇല്ലാതൊരു കാര്യവും പരസ്പരമായി ആലോചിക്കാത്തൊരു കാര്യവും പറയുന്നൊരു സ്ഥിതിവിശേഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടുകൂടിയായിരിക്കുമെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു CPM നേതാവിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുമ്പോഴാണ് ഈ വിവാദം കൂടുതൽ കത്തുന്നത്. റോഷിയും പ്രമോദ നാരായണനും ചേർന്നാണ് പാർട്ടിയെ മുന്നണിക്കൊപ്പം പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടായില്ല. ആ ക്ലിപ്പിനകത്ത് പ്രമോദ് നാരായണൻ്റെ പേരൊന്നുമില്ല. ഇടുക്കിയിലെ വിഷയമായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടേതായി നടന്നൊരു കമ്മിറ്റിയിൽ ഈ മുന്നണിക്കൊപ്പം നിൽക്കാൻ കേരള കോൺഗ്രസ് പ്രാപ്തരായി എന്നുള്ളൊരു സംസാരമാണ്. ഇപ്പോൾ ഈ മുറിക്കകത്തൊരു മീറ്റിംഗ് നടക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ. ഇന്ത്യയുടേതായ പല ഡിസ്കഷൻസും പാർട്ടി മീറ്റിങ്ങിലുണ്ടാവുമല്ലോ. അത് പിന്നെ എപ്പോഴാണ് അതാകുന്നത്? അത് പിന്നീട് പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുമ്പോഴാണ്. അങ്ങനെ അറിയിപ്പുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചില വിഷയങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമെന്ന് മാത്രമേ ഉള്ളൂ. മധ്യമേഖല യാത്ര കടന്നുപോയി. ഇടുക്കിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ എല്ലാം ചുമതല വഹിച്ച ആളല്ലേ ഈ പറയപ്പെടുന്ന ആൾ. അദ്ദേഹത്തിൻ്റെയും നിയന്ത്രണത്തിലും കൂടിയാണല്ലോ ആ കാര്യങ്ങൾ മുന്നോട്ട് കടത്തിപ്പോയത്. എത്രയോ മനോഹരമായിട്ടാണ് കടന്നുപോയത്. കുറച്ചുകൂടെ ഇതായിട്ട് തുറന്നു ചോദിക്കട്ടെ, ജോസ് കെ മാണിയും റോഷിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടോ? ഒരു മാനസികമായ അനൈക്യം നിങ്ങൾക്കിടയിലുണ്ട്? ഞാൻ ഒറ്റ ആദ്യം മറുപടി പറയട്ടെ. ഒരു മെയ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? എൻ്റെ ശരീരത്തിലുള്ള വലത് കൈയും ഇടത് കൈയും തമ്മിൽ യുദ്ധം നടത്തുമോ? സ്വാഭാവികമായിട്ട് എളുപ്പമല്ലല്ലോ. അങ്ങനെയൊരു സമീപനം ഞങ്ങളുടെ ഇരുപക്ഷത്തുനിന്ന് ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ ചില വാർത്തകളൊക്കെ അവസാനമാകുമ്പോഴേക്കും വലിയ തോതിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആ വാർത്തകൾക്ക് വിരാമം ഇടാൻ ഈ ഇൻ്റർവ്യൂ എങ്കിലും കാരണമാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞ 25 വർഷക്കാലത്തെ MLA എന്ന ജീവിതത്തിലും ഏറെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ സംഘടനാ രംഗത്തെ പ്രവർത്തനത്തിലും അറിയുന്നവർ മാത്രം അറിയുകയും വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിക്കോ പ്രചാരണ പരിപാടികൾക്കോ ഞാൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന സമൂഹത്തിന്, പ്രത്യേകിച്ച് എൻ്റെ ജനത്തിന്, ഇടുക്കിയിലെ ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ ആരും പ്രത്യേകമായി പരിചയപ്പെടുത്തി അത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ ഏക്കാത്തതുകൊണ്ട് എനിക്കൊട്ട് വിഷമമൊന്നും തോന്നുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ആ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം താങ്കൾ തന്നെ പ്രഖ്യാപിക്കുന്നു. അത് ജോസ് കെ മാണി പ്രഖ്യാപനമല്ലല്ലോ. പ്രഖ്യാപനം എന്ന വാക്ക് തന്നെ ആര് കൊണ്ടുവന്നതാണ്? ഞാനവിടെ പറഞ്ഞ പ്രഖ്യാപിക്കുകയെന്ന്. പ്രഖ്യാപനം എന്ന വാക്ക് ഉപയോഗിച്ചവരുടെയാണല്ലോ ഈ തെറ്റുപറ്റിയത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ഞാനും ജോസ് കെ മാണിയും ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണല്ലോ. ആ പത്രസമ്മേളനത്തിലും മീഡിയ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ പറഞ്ഞു പാലായി ജോസ് കെ മാണി മത്സരിക്കും. എവിടെയാണ്? കോട്ടയത്ത്. 2-3 ആഴ്ച മുമ്പ് അടിമാലിയിൽ രാവിലത്തെ പ്രഭാത സമ്മേളനത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചോദിച്ചു. അപ്പോൾ ചെയർമാൻ മറുപടി പറഞ്ഞു. അപ്പോൾ ലേറ്റസ്റ്റ് ആയൊരു വിഷയം ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാനും അതിന് മറുപടി പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനൊരു ചോദ്യം, പാലായിൽ ആരും മത്സരിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അതെൻ്റെ ഞാൻ മേടിച്ചു. അത് തട്ടിപ്പറിച്ചെന്നാണ് വാർത്ത. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാലായി ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെയും പാർട്ടി പ്രവർത്തകരുടെയും പൊതുവിലുള്ള വികാരത്തിൻ്റെയും ഒക്കെ ഒരു അന്തസ്ഥത്തെ ഉൾക്കൊണ്ട് പറഞ്ഞതാണ്. അത് തീരുമാനവും പ്രഖ്യാപനവുമല്ല. അതൊക്കെ പറയാനൊരു ലീഡർഷിപ്പിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലേ? അത് വേണ്ടേ? പാല ഇങ്ങനെ അനാഥമായി നിൽക്കുക, പാലയിൽ ആരും മത്സരിക്കും, ഒരു ഗ്യാപ്പുമില്ല പാലായിൽ. പാല മാണിസാറിൻ്റെ മണ്ഡലമാണ്. അവിടെ ഒരു തെറ്റുപറ്റി. ആ തെറ്റ് തിരുത്താൻ ജനം കാത്തിരിക്കുക. ആ തെറ്റ് തിരുത്താനായിട്ട് തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രം മതി. ഞാൻ ആ കൂടെ തന്നെ പറഞ്ഞു, ആര് മത്സരിക്കും എന്തെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും താങ്കൾ ആ നിലപാടിൽ തന്നെയാണോ ഉള്ളത്? അതായത് ജോസ് കെ മാണി തന്നെ പാലയിൽ മത്സരിക്കണമെന്ന് വ്യക്തി അല്ല, അതല്ലല്ലോ ഞാൻ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന ഏത് സീറ്റ് മത്സരിച്ചാലും അദ്ദേഹം ജയിക്കും. അദ്ദേഹം ജയിക്കുക വരിക എന്നുള്ളത് കേരള കോൺഗ്രസിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. അതാണല്ലോ പാർട്ടിയുടെ ഒരു നിലനിൽപ്പ്. അതിനകത്തേക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്താനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, പാലയിൽ പാർട്ടിയുടെ അല്ലാതെ അങ്ങനെ രണ്ട് ചോദിക്കണ്ട. പാലയെ മത്സരിച്ചാലല്ലേ ജോസ് കെ മാണി? അങ്ങനെ അദ്ദേഹം പുതിയതായിട്ട് വരുന്ന ആളല്ലല്ലോ. പാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർട്ട് മാണി സാർ, അതിൻ്റെ പൈതൃകമല്ലേ. ജോസ് കെ മാണിക്കും അതോടൊപ്പം ആ കുടുംബത്തിനും ആ പൈതൃകത്തിനുമൊക്കെ വലിയ ബന്ധവും അർത്ഥമുള്ളൊരു സ്ഥലമല്ലേ പാല. അല്ലാതെ പാല ഞാൻ ആ പാല എന്നുള്ള ആളല്ലേ. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയുടെയും പ്രസക്തി അക്കാര്യത്തിലില്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളും മാണി സാറിൻ്റെ വളർച്ചയും കണ്ടൊരു സമൂഹമാണ് പാലയിലെ മുഴുവൻ ജനങ്ങളും. ആ സൗഹൃദത്തിന് ഒരിക്കലും ഈട് തട്ടാൻ പാകത്തിന് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാലയെ സംബന്ധിച്ച് കേരള കോൺഗ്രസിൻ്റെ വിജയം സുനിശ്ചിതമാണ്. നിഷ ജോസ് കെ മാണിയുടെ ചില പേര് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ? ഞാൻ ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചില്ലേ?
ജോസ് കെ മാണിക്കും ആ കുടുംബത്തിനും എന്നൊരു വാക്കിന് ഉപയോഗിച്ചല്ലോ, പാലയുമായിട്ടുള്ള ബന്ധം അഭേദ്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചാൽ അതിലൊക്കെ എന്താ കുഴപ്പം? നിഷ ജോസ് കെ മാണി പൊതുരംഗത്ത് വരികയോ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളൊന്നുമല്ല. ഒട്ടനവധി തലങ്ങളിൽ അവരുടേതായ വ്യക്തിത്വം രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയാണവർ. മൈന്യൂട്ട് കാര്യങ്ങൾ ഇപ്പോഴും ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്, നല്ല വ്യക്തി സൗഹൃദം സൂക്ഷിക്കുന്നൊരു ആളാണ്. അപ്പം അതൊന്നും ഒരു മെറിറ്റല്ലെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ പാർട്ടിയിൽ ആലോചിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയും കേരള പൊതുസമൂഹത്തിൽ, കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ജോസ് കെ മാണിക്കോ ഭാര്യയ്ക്കോ മത്സരിക്കാൻ പാലയിൽ ആർക്കും മത്സരിക്കാം, അതാണല്ലോ. അത് ഞാൻ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. അതൊരു കേരള കോൺഗ്രസിൻ്റെ ഒരു ഇതാണ്, മാണിസാറിൻ്റെ ഒരു തറവാടാണത്. അതിലൊക്കെ ചില കേരള കോൺഗ്രസിൽ തന്നെ അതിനൊക്കെ ചില ഗുണങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ വേണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ആശയക്കുഴപ്പമോ ആശങ്കയില്ല. ഇപ്പോൾ ജോസ് കെ മാണിയെപ്പോലൊരു നേതാവ് ഞാൻ ആഡ് ചെയ്യാം, അദ്ദേഹത്തിന് എന്താ വീക്ഷണം കുറവുണ്ടോ? അദ്ദേഹത്തെ ഞാൻ ദർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ കടലിൻ്റെ അവകാശം കടലിൻ്റെ മക്കൾക്ക്, ഞാൻ കേട്ടത് എനിക്ക് വലിയ കൗതുകം തോന്നിയ, എന്നാൽ വലിയ സീരിയസ് ആയിട്ട് എൻ്റെ മനസ്സിൽ പോയൊരു കാര്യമാണ്. എത്രയോ വലിയൊരു വിഷയത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആരെ ഇതിനുമുമ്പ് അങ്ങനെ ചിന്തിച്ച്? മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ അവരുടെ അവകാശങ്ങളെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെക്കുറിച്ച് ആ പ്രതിപാദിച്ച്. കേരളത്തിൻ്റെ തീരം മാത്രമല്ലല്ലോ കടലുള്ളത്. ഈ തീരദേശത്ത് പോലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂണിയനുകളോ കാര്യങ്ങളോ പാർട്ടി പ്രവർത്തനമോ ഒന്നും ഞങ്ങളുടെ വലിയ ബേസുള്ള സ്ഥലമൊന്നുമല്ല. കേരള കോൺഗ്രസ് ആ നിലയിൽ കർഷകരും കർഷക തൊഴിലാളിയൊക്കെയാണ് നിൽക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ വക്താക്കളാണല്ലോ ഞങ്ങളൊക്കെ തന്നെയും വളർന്നു വന്നിട്ടുള്ളത്. ആ തീരദേശ നിവാസികൾക്ക് വേണ്ടി ഒരു ആശയം കൊണ്ടുവന്നുവെങ്കിൽ അതാണല്ലോ ഒരു പൊട്ടൻഷ്യൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത് ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന് നിദാനമാണത്. അങ്ങനെ വരുന്നൊരു വ്യക്തി സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ ചെറുതായി കാണേണ്ടതില്ലെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അതിനിടയിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഞങ്ങളുടെ പാർട്ടി അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കത്തിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല. LDF സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് തുടങ്ങിയിട്ടില്ലല്ലോ. കഴിഞ്ഞ തവണത്തെ സീറ്റുകളേക്കാൾ കൂട്ടി ചോദിക്കും ഇത്തവണ. അത് പാർട്ടിയുടെ വളർച്ചയും ചിന്തകൾക്കൊക്കെ അത് ഈ മുന്നണിക്കകത്ത് അങ്ങോട്ട് തടസ്സം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ത്രിതല പഞ്ചായത്താണെങ്കിൽ പോലും വിജയസാധ്യതയുള്ള സീറ്റുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾ മത്സരിക്കാനുള്ള സാധ്യത കൂടുതൽ നിർണ്ണയിച്ചാൽ അവർ ഇങ്ങോട്ട് തരും. വിജയസാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ടൊരു ലക്ഷ്യം കേരള കോൺഗ്രസിനില്ല. അതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അക്കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തി പറയേണ്ട ആൾ പാർട്ടി ചെയർമാനാണ്. അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വന്നാൽ അതും ചെയ്യും. അല്ല, അത് പാർട്ടിയിൽ ആലോചിച്ച് ചെയർമാൻ അത്തരം കാര്യങ്ങൾ നയപരമായ സമീപത്തിൽ മറുപടി പറയും. ഒറ്റ കാര്യം കൊണ്ട് ചോദിക്കാം, കേരള കോൺഗ്രസ് ലയനത്തിന് ഇനിയും സാധ്യതയുണ്ടോ? എങ്ങനെ? ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ലയനത്തിൽ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ എവിടെ ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ സ്വസ്ഥമായി പോവുക, ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അതൊക്കെ പാർട്ടി ആലോചിക്കട്ടെ. കേരള കോൺഗ്രസിൽ പെട്ടവരൊക്കെ തന്നെ ഒരേ വികാരവും വിചാരമൊക്കെ ഉള്ളവരല്ലേ. അവരൊന്നും അനാഥമാകരുത് ഒരിടത്തുനിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾക്കോ ബുദ്ധിമുട്ടായപ്പോൾ ആരും ഇടപെട്ടില്ല. ഇനി അവരാരും ഒരു വിഷമത്തിൽ പോയി ആകരുതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടാകും. അത് കാണുമ്പോൾ ഒരു സഹോദരി ദുഃഖം തോന്നുമല്ലോ. അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ സഹായിക്കും. അത് ഏതൊരു വ്യക്തിയാണ് പ്രതിസന്ധി സഹായിക്കാതിരിക്കുന്നത്? അതിന് രാഷ്ട്രീയം വല്ലതും ഉണ്ടോ? രാഷ്ട്രീയമായി സഹായിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, അതിന് രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ സഹായം. അതിനേക്കാൾ വലിയ വീക്ഷണത്തിനാണ് കാണുന്നത്. എന്തായാലും 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ വലിയ സന്തോഷത്തോടെ വലിയ തൃപ്തിയോടെ ആണ് പടിയിറക്കം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും ഓക്കെ, താങ്ക് യു സോ മച്ച്.